അവക്കാഡോ എന്ന് പറയുന്ന ഫ്രൂട്ടാണിത്. ബട്ടർ എന്നും പറയാറുണ്ട്. കേരളത്തിൻ്റെ എല്ലായിടത്തും എല്ലാ വെറൈറ്റിയും പൂക്കാറോ കായ്ക്കാറോ ഫലം തരാറോ ഇല്ല. ചില വെറൈറ്റീസാണ് നമ്മളുടെ നാട്ടിൽ കായ്ഫലം തരുന്നതുള്ളൂ. ട്രോപ്പിക്കോ റസ്സൽ, ട്രോപ്പിക്കോ 34 ഇവ രണ്ടുമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നത്. അതായത് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം അങ്ങനെയുള്ള ജില്ലകളിലൊക്കെ പിടിക്കുന്ന 2 വെറൈറ്റികളാണിവ. അപ്പോൾ പ്രോട്ടീൻ റിച്ചാണ് ഈ അവക്കാഡോ പറഞ്ഞ ഫ്രൂട്ട് കേട്ടോ. ഹെൽത്തിന് വളരെ നല്ലതാണ്. നന്നായിട്ട് പഴുത്ത് പാകമായതിൻ്റെ തൊലി കളഞ്ഞ് പാലും പഞ്ചസാരയും ചേർത്ത് അടിച്ചെടുത്താൽ നല്ലൊരു ജ്യൂസും കൂടിയായി. ബട്ടർ എന്ന് പറയാൻ കാരണം തന്നെ മൂപ്പത്തി പഴുത്താൽ അതൊരു ബട്ടറിൻ്റെ ടേസ്റ്റാണ് വരുന്നത്. അതിൻ്റെ ബട്ടറിൻ്റെ പോലെയാണ് ഇരിക്കുന്നത്, ഒരു വെണ്ണ പോലെ ആണ് ഇരിക്കുന്നത്. മൂപ്പത്തിയാലും പഴുത്താലും മധുരമല്ല ഉള്ളത്, വേറൊരു ടേസ്റ്റാണ് ഉള്ളത്. ഒരു ബട്ടറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ് ഉള്ളത്. മാർച്ച്, ഏപ്രിൽ ഈ മാസങ്ങളിലൊക്കെയാണ് നടാനായിട്ട് ഏറ്റവും അനുയോജ്യ സമയം. കാരണം ആ പുതുമഴ തുടങ്ങുന്ന ആ സമയത്തൊക്കെ തന്നെയാണ് ഇത് നടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു സമയം എന്ന് പറയുന്നത്. പിന്നെ സ്ഥലപരിമിതി ഉള്ളവർക്ക് ഡ്രമ്മിലോ അല്ലെങ്കിൽ വലിയ ചട്ടിയിലോ ഒക്കെ വെക്കാം. ഈ എയർപോർട്ട് പോട്ടൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ നടാൻ ഏറ്റവും നല്ലതാണ്. ഈ ബാരലിലൊക്കെ നടുകയാണെങ്കിൽ ഹോൾസുകളൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കണം. കാരണം നന്നായിട്ട് വെള്ളം വാർന്ന് പോയിക്കണം. നന്നായിട്ട് ഇനിയിപ്പോൾ നിലത്ത് വെക്കുകയാണെങ്കിൽ അതുപോലെ നല്ല നേർവാർച്ചയുള്ളൊരു സ്ഥലത്താണ് ഈ ഒരു അവക്കാഡോ പറഞ്ഞ ഫ്രൂട്ട് പ്ലാന്റ് വെക്കേണ്ടത്. അപ്പോൾ നല്ല ഇനിയിപ്പോൾ ബാരലിൽ അല്ലെങ്കിൽ ഡ്രമ്മിലോ ഒക്കെ വെക്കുകയാണെങ്കിലും നന്നായിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കണം. വെള്ളം കെട്ടിക്കിടന്നാൽ ഇത് നശിച്ചു പോകും. അപ്പോൾ വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല, അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. പിന്നെ ചെടി പ്രൂൺ ചെയ്തിങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഒതുക്കി വളർത്താൻ പറ്റും. ഇതിനെ നന്നായിട്ട് ഇങ്ങനെ ചില്ലകളൊക്കെ ഇടയ്ക്ക് വെട്ടി പ്രൂൺ ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ അത് ഒതുക്കി വളർന്നോളും. ഗ്രാഫ്റ്റഡ് തൈയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 2 വർഷത്തിനുള്ളിൽ ഫ്രൂട്ട് ആവുന്നുണ്ട്. പിന്നെ തണുപ്പുള്ള കാലാവസ്ഥയിലൊക്കെ കായ്ക്കുന്ന ഇനി നമ്മുടെ നാട്ടിൽ പിടിക്കണമെന്നില്ല. ചിലപ്പോൾ മരം ഉണ്ടാവാം, പക്ഷേ ഫ്രൂട്ട് ഉണ്ടാവില്ല. അപ്പം നമ്മൾ വിത്ത് നട്ടു ഇതിൻ്റെ തൈ ഉണ്ടാക്കുന്നവരുണ്ട്. വിത്ത് നട്ടാണ് ചിലർക്കെങ്കിലും റെയറായിട്ട് ഇടയിൽ പെട്ടെന്ന് കായ്ഫലം ലഭിച്ചവരൊക്കെ ഉണ്ട്.